വിവാദങ്ങൾക്കിടെ റാപ്പർ വേടൻ വീണ്ടും സർക്കാർ വേദിയിൽ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഇടുക്കിയിലെ എന്റെ കേരളം പരിപാടിയിലൂടെയാണ് തിരിച്ചുവരവ്. വാഴത്തോപ്പ് സ്കൂളിലും പരിസരങ്ങളിലും പോലീസ് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സന്ദർശകരുടെ എണ്ണം 8000-ആയി നിജപ്പെടുത്തിയതായി ഇടുക്കി SP TK വിഷ്ണുപ്രദീപ് പറഞ്ഞു. സിജോ വർഗീസിന്റെ വിശദാംശങ്ങളുമായി. സിജോ, എത്ര മണിയോടുകൂടിയാണ് വേടന്റെ പരിപാടി ആരംഭിക്കുക? എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്? അല്പസമയം മുമ്പ് ഇതിന്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ പ്രോഗ്രാം ആദ്യം നടക്കുക സമാപന സമ്മേളന ചടങ്ങായി. സമാപന ചടങ്ങിൽ ധനമന്ത്രി KN ബാലഗോപാൽ, മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും വേടന്റെ പരിപാടി നടക്കുക. വേടന്റെ പരിപാടി നടക്കുന്നതുമായി തന്നെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കി SP TK വലിയ പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ ക്രമീകരണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നും കൂടുതൽ ആളുകൾ എത്താനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുന്നത്. ഏതാണ്ട് 10,000-ലധികം ആളുകൾ ഇവിടെ എത്തുമെന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു സംഘാടക സമിതിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 8000 പേർക്കാണ് സുരക്ഷിതമായി ഈ പരിപാടി കാണാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം തന്നെ പ്രത്യേകം തന്നെ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അവരെ ഈ ബാരിക്കേഡുകൾ കെട്ടി നിയന്ത്രണ വിധേയമാക്കി നിർത്തിയിട്ടുണ്ട്. പ്രത്യേകം വേദി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചായിരിക്കും ഈ പരിപാടികളെല്ലാം തന്നെ നടക്കുക. ഈ കേസ് ഉൾപ്പെട്ടതിന് ശേഷം ഈ വിവാദങ്ങൾക്കിടയിൽ വേടൻ ആദ്യമായി അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കാണാൻ തന്നെയായി നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ പ്രചരണം നടക്കുകയും ചെയ്തിരുന്നു. ഇടുക്കി ചെറുതോണി വാഴത്തോപ്പ് സ്കൂളിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്റെ കേരളം പ്രദർശന മേളയോടനുബന്ധിച്ചുള്ള ആ പരിപാടിയിൽ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വേടന്റെ പരിപാടി നടക്കുമെന്ന് ആദ്യം തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ കേസ് ഉൾപ്പെടുന്നതിന് ശേഷം പിന്നീട് ഈ പരിപാടിയിൽ നിന്ന് വേടനെ ഒഴിവാക്കിയാണ് ജില്ലാ ഭരണകൂടം. പിന്നീടാണ് ഈ 2 കേസുകളിൽ വേടനെതിരെ ചുമത്തിയിട്ടുള്ള 2 കേസുകളിൽ ജാമ്യം ലഭിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ പരിപാടിയിലേക്ക് വീണ്ടും വേടനെ ക്ഷണിച്ചു. ഈ കേസ് സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് വേടന്റെ പ്രത്യേക പരിപാടി നടക്കുന്നതും. എന്തായാലും ഈ ആദ്യം സമാപന സമ്മേളനം നടക്കും. ആ ചടങ്ങുകൾ നടന്നതിന് ശേഷം പിന്നീട് ഈ വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കുന്നത്. അതിനുശേഷമായിരിക്കും പിന്നീട് ഏതായാലും അല്പസമയത്തിനകം വേടന്റെ പരിപാടി ആരംഭിക്കും. വിവാദങ്ങൾക്കിടെയാണ് വേടൻ ആദ്യമായി ഒരു പരിപാടി വരുന്നത്. അത് സർക്കാരിന്റെ പരിപാടിയിലാണ്. മാറ്റം വരുത്താനുള്ള അല്ലെങ്കിൽ തെറ്റുതിരുത്താനുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് അംഗീകരിക്കുന്നതെന്നാണ് പ്രതിനിധികളെല്ലാം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. സിജോ വർഗീസാണ് വിശദാംശങ്ങൾ നൽകിയത്.